പീരിമേട് പട്ടുമലയിൽ പ്രവർത്തിച്ചുവരുന്ന ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഭക്ഷ്യവസ്തുക്കളും ആയുള്ള വാഹനം പുറപ്പെട്ടു. നിരവധി സുമനസ്സുകളുടെ സഹായത്താൽ സമാഹരിച്ച വസ്തുക്കളും ആയാണ് ന്യൂ സ്റ്റാർ ക്ലബിലെ 20ഓളം അംഗങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട since 1950. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമായി വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അവിടുത്തെ HML എസ്റ്റേറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നവരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരും. അവരുടെ വേദനകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കിയാണ് പീരിമേട് പട്ടുമല HML എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യവസ്തുക്കളും ഒപ്പം വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും സമാഹരിച്ച വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുവാൻ ക്ലബ്ബ് ഭാരവാഹികൾ തീരുമാനിച്ചത്. ഇതിൻ പ്രകാരം വണ്ടിപ്പെരിയാർ, കുമളി, പീരിമേട്, പാമ്പനാർ കൂടാതെ തമിഴ്നാട്, കമ്പം തുടങ്ങിയ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അല്ലാതെ ക്ലബ്ബുമായി നേരിട്ട് ബന്ധമുള്ള സുമനസ്സുകളിൽ നിന്നും സമാഹരിച്ച 1.5 ലക്ഷത്തോളം വരുന്ന വസ്തുക്കളുമായാണ് ക്ലബ്ബ് ഭാരവാഹികൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. പട്ടുമല ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറേ അത്യാവശ്യ സാധനമായിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് 18 പിള്ളേരും 2 വണ്ടി ലോഡുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ കാര്യം ഞങ്ങൾ വയനാട്ടിലുള്ള എല്ലാവർക്കും അറിയിക്കുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഒത്തിരി പേര് സഹായം തന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഇത് അറിഞ്ഞിരിക്കണം. ഞങ്ങളുടെ സഹായം കറക്റ്റായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടോ, ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അവർക്ക് അറിയണം. ഇപ്പോൾ പാമ്പനാറാകട്ടെ, പെരിയാറാകട്ടെ, ഇതുപോലെ ഓരോ കടകളിലിരുന്ന് ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്കും ഇതിൻ്റെ പേരിൽ വളരെ നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന പണി ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരുടെ കൂടെ സഹായത്തിലൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ക്ലബിൻ്റെ സർവായിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പട്ടുമല ചൂളപ്പെട്ട് ഗ്രൗണ്ടിൽ നടന്ന അനുശോചന യോഗത്തിന് ശേഷമാണ് തൊഴിലാളികൾ ക്ലബ്ബ് ഭാരവാഹികളെ യാത്രയാക്കിയത്. യോഗത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബ് ഭാരവാഹികളും മെഴുകുതിരി കത്തിച്ച് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചു. വയനാട്ടിൽ സഹപ്രവർത്തകർക്കൊപ്പം നാട്ടുകാർക്കും കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടുത്തെ പ്രവർത്തിക്കുന്ന നിരവധി സംഘങ്ങളും ധനസഹായം നൽകുകയും ചെയ്തു. തുടർന്ന് പട്ടുമല 2ാം ഡിവിഷനിൽ എത്തുകയും അവിടുത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. இது ஒரு சின்ன குழு தான் நாங்கள் ஆரம்பித்தது. பாம்பனாறு, பட்டுமலை, பட்டுமுடி, பின்ன எங்களுக்கு வேண்டி உதவி பண்ண எல்லாருக்கும் ரொம்ப நன்றி. ப்ளஸ் வந்து இதில் இருந்து கரூரில் இருந்து எங்களுக்கு கொஞ்சம் மெட்டீரியல் கொடுத்தவங்களுக்கு, ஆனந்தம் கம்பம் ஆனந்தத்திலிருந்து கொஞ்சம் மெட்டீரியல் கொடுத்தாங்க அவங்களுக்கு. இதுக்கு வேண்டிய உதவியாக இருந்த எல்லா பயணங்களுக்கும், எங்களோட சின்ன சின்ன பயணங்கள்லேருந்து எல்லா வீட்டிலையும் இருந்து நாங்கள் கேட்ட உடனே இதுக்கு வேண்டி ஒரு சின்ன உதவியாக இருந்தாங்க எல்லாருமே. ஏன் எதுக்குன்னு கேட்காம அதோட உதவியை உடனே செஞ்சவங்க எல்லாருக்குமே ரொம்ப நன்றி. ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ബാലകുമാർ, പ്രസിഡന്റ് മണികണ്ഠൻ P, ട്രഷറർ മണികണ്ഠൻ K, ഉദയകുമാർ, മഹേന്ദ്രൻ, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 2 വാഹനങ്ങളിലായാണ് സാധന സാമഗ്രികളുമായി വയനാട്ടിലേക്ക് തിരിച്ചത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് 60ഓളം വരുന്ന അംഗങ്ങളുള്ള ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കോവിഡ് കാലം മുതൽ ചെയ്തു വരുന്നത്. ഈ ചെറുപ്പക്കാരുടെ വയനാട്ടിലേക്കുള്ള ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങ പരിപാടിക്ക് നിരവധി ആളുകളാണ് സഹായഹസ്തവുമായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.